ചേച്ചി ഇവരൊക്കെ എനിക്ക് മനസ്സിലായില്ല. ഇതാണ് എന്റെ ഫാമിലി. ഇത് എന്റെ ഹസ്ബൻഡ് ഗൗതം, ബിസിനസ്മാനാ. ഹലോ. ഹായ്. ഇതെന്റെ ഒരേ ഒരു അമ്മായിയമ്മ. അങ്ങനെ പറഞ്ഞ പുള്ളിക്കാരിക്ക് ദേഷ്യം വരും കേട്ടോ. എന്റെ സ്വന്തം അമ്മ തന്നെയാ. പേര് പാർവതി. ആ പിന്നെ ഈ നിൽക്കുന്ന തീപിടുത്തക്കാരൻ ഇവനെ എന്റെ അനിയനാ, ഗൗതമിന്റെ ബ്രദർ. പേര് പ്രണവ് ഗോപിനാഥ്. അല്ല നിധി മോളെ, നിങ്ങൾ നേരത്തെ പരിചയക്കാരാണോ? ഈ കുട്ടി ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലെന്നേ. എടാ മോനെ, നിനക്ക് മനസ്സിലായോടാ? എനിക്ക് മനസ്സിലായില്ല. അമ്മേ, ഇത് ഐശ്വര്യ. ആണോ? അയ്യോ, നല്ല ഐശ്വര്യമുള്ള കുട്ടി. അതെ, ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ ഐശ്വര്യ ഇവിടുത്തെ ടീച്ചറാ. ആണോ? അങ്ങനെയാണോ? എന്റെ മൂത്ത മരുമോളെ പോലെ തന്നെയാണല്ലോ. അതെന്തായാലും നന്നായി. അമ്മേ, ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. എന്താ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഓവറാക്കി കൊളമാക്കല്ലേ. അത്യാവശ്യം പ്രണവിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അവനെ കുറിച്ചൊരു മതിപ്പ് തോന്നണോ കുട്ടിക്ക്? കേട്ടില്ല? അങ്ങനെയായിരുന്നോ? ഞാനത് വിട്ടുപോയി. മോളെ, എന്റെ മോനെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ നന്ദി പറയുന്നത്? അതില് കാര്യമുണ്ടെന്നേ. ഇവൻ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാ പിന്നെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ മുടങ്ങില്ലേ. ഭയങ്കര ബിസിനസ്മാനാ ഇവൻ. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അതിന്റെ ഓണറല്ലേ ഇവൻ. എന്തോരം ഫയലുകളാണെന്നറിയോ ഇങ്ങനെ ദിവസവും ചടപടയെന്ന് സൈൻ ചെയ്ത് വിടുന്നത്. പിന്നെ ചെക്കുകൾ സൈൻ ചെയ്യണം, മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം. മോള് വിചാരിക്കുന്നത് പോലൊന്നും അല്ല, ഭയങ്കര ബിസി ആവൻ. പിന്നെ അതുമാത്രല്ല, എവിടെയൊക്കെ ബ്രാഞ്ചുകൾ ഉണ്ടെന്നറിയോ. എന്റെ ആയതുകൊണ്ട് പാവ എന്റെ മോൻ തന്നെ എല്ലായിടത്തും ഓടിയെത്തണ്ടേ. ഇവനെ കണ്ടാൽ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഭയങ്കര കഴിവാ, വീട്ടും എടുക്കന. മോള് വിചാരിക്കുന്നത് പോലൊന്നും അല്ല ആള്. അമ്മേ, നമുക്ക് ചുറ്റി തൊടുത്തിട്ട് വരാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഈ മോളോട്. ബാക്കിയൊക്കെ നമുക്ക് എന്താ? സാറ് തൊഴാൻ പോകുന്നില്ലേ? തൊഴുതല്ലോ, ഇനിയിപ്പോ എന്തിനാ തൊഴാൻ പോന്നെ? അല്ല, പ്രദക്ഷിണം വെച്ച് തൊഴുതോണ്ട് നിന്നപ്പോഴല്ലേ തീ കത്തിയത്. അതിനി പൂർത്തിയാക്കണ്ടേ? അത് ശരിയാ. ഐശ്വര്യയുടെയും പ്രദക്ഷിണം മുടങ്ങിയില്ലേ? എന്താ, വരുന്നോ? വരാം. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് തൊഴാം. ഇനിയിപ്പോ എങ്ങോട്ടാ? ഫോൺ അവിടെ ഇരിക്കോ, ഞാൻ എടുത്തിട്ട് വരാം. ഞാനിവിടെ വരാം.
ദീപം തെളിയിച്ചാലോ? ആ തെളിയിക്കാലോ. എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ. ഇവര് നല്ല ജോഡികളാ. എത്രയും വേഗം ഈ വിവാഹം ഒന്ന് നടത്തി തരണേ ഭഗവതി. അമ്മേ, അല്ലെങ്കിൽ വേണ്ട, ഇരിക്കട്ടെ. കൊടുക്കെങ്കിൽ കൊടുക്ക.